ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 17 ശ്ലോകം 6. നാരദമുനി ഉപദേശിച്ച മന്ത്രവും ആരാധനാക്രമവും അനുസരിച്ച് മധുവനത്തിൽ പ്രവേശിച്ച ധ്രുവകുമാരൻ ഭഗവാനിൽ തൻ്റെ മനസ്സർപ്പിച്ചും കൊണ്ട് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കഠിന തപസ്സനുഷ്ഠിച്ചുകൊണ്ട് 5 മാസങ്ങളെ നയിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ 6ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. താവത്തവോ ബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയാത് കരുണാദ്രജേത ത്വദ്രൂപചിദ്രസനിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭൂഗരുഡാതിരൂഢ. താവത് തവോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതഃ ത്വം ഉദയത് കരുണാദ്രചേതഃ ത്വദ്രൂപ ചിദ്രസ നിലീനമതേഃ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാതിരൂഢ. താവത് ആ കഠിന തപസ്സിനെ, ദിഗന്ധേ തപോബല നിരുച്ഛ്വസിതേ ആ കഠോര തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരവേ ദിഗന്ധം തപശക്തിയാൽ ശ്വാസം കഴിക്കാൻ കഴിയാതായപ്പോൾ, വിഭോ അല്ലയോ വിഭോ, ത്വം ദേവാർത്തിതഃ ദേവന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ച് അവിടുന്ന് ഉദയത് കരുണാദ്രചേതഃ കിളിർന്നരുളുന്ന കനിവിനാൽ കരളനിഞ്ഞ് ത്വദ്രൂപ ചിദ്രസ നിലീനമതേഹേ പുരസ്താദ് ഭവസ്വരൂപത്തിലെ ചിദാനന്ദത്തിൽ നന്നായി ലയിച്ച ചിത്തവൃത്തിയോടുകൂടിയവൻ്റെ, അതായത് ധ്രുവൻ്റെ മുന്നിൽ ഗരുഡാതിരൂഢ ആവിർബഭൂവിധ ഗരുഡവാഹനനായും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ദിഗന്ധം ദിക്കുകളുടെ അറ്റം, അതായത് ദിക്കായ ദിക്കു മുഴുവനും സമസ്ത പ്രാണികളും എന്ന് അർത്ഥം. ധ്രുവൻ തൻ്റെ ശ്വാസോച്ഛ്വാസത്തെയും നിരോധിച്ചു. അപ്പോഴാണ് ദിഗന്ധമാകെ നിരുച്ഛ്വസിതമായത്. ത്വദ്രൂപമാകുന്ന ചിദ്രസം എന്നിങ്ങനെയും വിവരിക്കാം. ത്വദ്രൂപ ചിദ്രസ നിലീനമതിയായാൽ ആർക്കും ഭഗവാന്റെ സാക്ഷാൽ ദർശനം സാധ്യമാകും എന്ന് കാട്ടാനാവോ ഭക്താഗ്രണ്യനായ ഭട്ടതിരിപ്പാട് ഇവിടെ വിശേഷ്യം പ്രയോഗിക്കാതിരുന്നത് എന്ന് ആലോചനീയമാണ്. ആ കഠോര തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരവേ ദിഗന്ധം തപശക്തിയാൽ ശ്വാസം കഴിക്കാൻ കഴിയാതായപ്പോൾ, അല്ലയോ വിഭോ, ദേവന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ച് അവിടുന്ന് കിളിർന്നരുളുന്ന കനിവിനാൽ കരളരിഞ്ഞ് ഭവൽ സ്വരൂപത്തിങ്കലെ ചിദാനന്ദത്തിൽ നന്നായി ലയിച്ച ചിത്തവൃത്തിയോടുകൂടിയവൻ്റെ, അതായത് ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡവാഹനനായും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. താവത്തവോ ബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത് കരുണാദ്രചേത ത്വദ്രൂപചിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭൂഗരുഡാതിരൂഢ. പുരസ്താദ് കഴിഞ്ഞാൽ പിന്നെ ആവിർബഭൂവിധ മുറിക്കാണ്ടാണെങ്കിൽ പുരസ്താദ് ആവിർബഭൂവിധ. താവത്തവോ ബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത് കരുണാദ്രചേത ത്വദ്രൂപചിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭൂഗരുഡാതിരൂഢ. താവത്തവോ ബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത് കരുണാദ്രചേത ത്വദ്രൂപചിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭൂഗരുഡാതിരൂഢ. താവത്തവോ ബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത് കരുണാദ്രചേത ത്വദ്രൂപചിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭൂഗരുഡാതിരൂഢ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.